സ്ത്രീ ഗർഭിണിയായി, പ്രഗ്നൻ്റായി കഴിഞ്ഞാൽ 4 മാസം ആകുമ്പോഴേക്കും അതിലേക്ക് റൂഹ് നിക്ഷേപിക്കപ്പെട്ടു. അവിടെ മുതൽ ഒരു കുട്ടി ഉമ്മാനെ ആശ്രയിച്ച് വളരാൻ പോകും. ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്? സൈക്കോളജിസ്റ്റുകളൊക്കെ പറയുന്നു, ഉമ്മ കാണുന്നത്, ഉമ്മ കേൾക്കുന്നത്, ഉമ്മ അറിയുന്നത് ഇത് മുഴുവൻ കുട്ടിയിലേക്ക് വരിക, പകർന്നു വെക്കപ്പെടുകയാണ്. നമ്മൾ വായിച്ചത്, നമ്മൾ കണ്ടത്, നമ്മൾ കേട്ടത് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് പറയുന്നതാണ്. ഗർഭിണിയായി ഉമ്മ മനസ്സിലാക്കണം, മൊബൈലിൽ നോക്കിയിരിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല, മറ്റേയാൾ കണ്ണു വിളിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അയാൾക്ക് ഇതിനേക്കാൾ പവറിലാണ് ഇയാൾക്ക് വേറെ ഈ സാധനം. നമ്മൾ എന്താ കണ്ടുകൊണ്ടിരുന്നത്? ഈ റെസ്റ്റാണ്, റെസ്റ്റ് അല്ലേ? ആദ്യത്തെ പ്രസവം കൂടിയാണ് പറയുമ്പോൾ അള്ളാഹു റബ്ബി തിരിയാൻ പറ്റില്ല, അറിയാൻ പറ്റില്ല. ഉമ്മ വന്നിട്ട് എണീറ്റാൻ പോരായിരുന്നു എന്നൊക്കെ ചോദിച്ച് കളയും. അതങ്ങട്ട് എൻ്റെ ആ ഇതിലെത്തി എല്ലാം കഴിഞ്ഞു. ഈ സമയത്ത് എന്താ ചെയ്യുക? 1.5 GB ചാർജ് ചെയ്തിരുന്ന ആള് 3 GB ആക്കി. കണ്ടിട്ട് തീരണില്ല. സിനിമയായി, സീരിയലുകളായി, വെബ് സീരീസുകളായി, പലതും ഇങ്ങനെ കണ്ടിങ്ങനെ പോസ്റ്റ് ചെയ്തു. മറ്റാളും കണ്ടുകൊണ്ട് കിടക്കാണ്. കണ്ടില്ല? ഇപ്പോഴത്തെ പിള്ളേർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്? ഈ 2 വയസ്സ് അല്ലെങ്കിൽ 1.5 വയസ്സ് മതി, ഒരു പാട്ടൊക്കെ വെച്ചാൽ അവരിങ്ങനെ അടങ്ങാൻ പറഞ്ഞു, ഒരു ഡാൻസ് ചെയ്യാൻ പറഞ്ഞു. ഇതെവിടെ നിന്ന് കിട്ടിയാ പറയുന്നത്? ഉമ്മ പഠിപ്പിച്ച എവിടെ വെച്ച്? ഉമ്മ ഇത് കണ്ടുകൊണ്ടിരുന്നിട്ട് എന്തെങ്കിലും ഇളക്കമാണ് ഈ കാണുന്ന കുട്ടി. ഇങ്ങനെ 1.5 വയസ്സ് ആരും ഡാൻസ് പഠിപ്പിക്കേണ്ട, അതിനെ ഇത് പെട്ടെന്ന് അറിയില്ല. അത് കേട്ടല്ലേ? ഇത് അവിടെ നിന്ന് കിട്ടണം. അങ്ങനെ സാധനം അവർ ചിരിക്കാൻ വേണ്ടി പറയല്ല, കറക്റ്റ് കൃത്യമായിട്ട് പറയാം. അവിടെയാണ് ഉലമാക്കൾ പറഞ്ഞത്, അവിടെ നീ നിന്റെ കുട്ടിക്ക് എന്താ പകർന്നു വെക്കേണ്ടിയിരുന്നത്? അല്ലാഹുവേ അല്ലേ? ഓരോ സന്ദർഭങ്ങളിലും അല്ലാഹു ദിക്റിന്റെ ഫീലിംഗിൽ കഴിയാനാണ് അവർ പറഞ്ഞത്, നല്ല മക്കൾ ഉണ്ടാകാൻ. അല്ലേ? തന്റെ വയറിലൊന്ന് കൈവച്ചിട്ട് പഠിച്ചവൻ എന്റെ കുട്ടിയാണല്ല, ഞാൻ കണ്ടിട്ടില്ല, അവിടെ എന്തൊക്കെയോ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പടച്ചവനെ എൻ്റെ കുട്ടീനെ നീ അനുഗ്രഹിക്കണേ അല്ല. എനിക്ക് വലിയ ആഗ്രഹമാണ് എൻ്റെ കുഞ്ഞിനെയും കൈപിടിച്ച് സ്വർഗത്തിൽ നിന്ന് കടക്കണമെന്ന്. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു ഉമ്മയില്ലേ? ഈ കുട്ടിയും അതിൻ്റെ ഉള്ളിൽ നാമയും പറയുന്നുണ്ടാവും. അപ്പോ ഇതാണ് എൻ്റെ പൊരുൾ, ഇതാണ് വേണ്ടത്. അവിടെന്നേ തെറ്റിയ സംഗതികൾ അതങ്ങനെ കൊണ്ട് കടന്നു വരുന്ന ഓരോ സമയത്തും ഖുർആൻ എടുക്കുമ്പോൾ ഉമ്മ ആലോചിക്കുകയാണ്, പഠിച്ചവനെ നിന്റെ കലാമാനത്, എൻ്റെ കുട്ടിക്ക് ഇത് പഠിക്കാൻ അവസരം കിട്ടുമോ? അപ്പ എനിക്കും ഇത് പഠിക്കാൻ കഴിയാതെ പോയി, എൻ്റെ കുട്ടി എന്താകും? കേട്ടോ ഈ വേദനയില്ലേ? ഉമ്മ നമസ്കരിക്കാൻ നിൽക്കുകയാണ്, എൻ്റെ റബ്ബിന്റെ മുന്നിലാണല്ലോ. ആ ഫീലിംഗിൽ ഉമ്മ നിസ്കരിക്കാണ്, കുട്ടിയും കൂടെ നിസ്കരിക്കുകയാണ്. ഇപ്പൊ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എവിടെ നിന്ന് തുടങ്ങണം ഈ സംഗതി എന്നൊക്കെ പരിപാടി? ഇനി അവിടെ കടന്നിട്ട് പിന്നെ അങ്ങോട്ട് പോകണം. ഞാനെന്നെ പ്രസവം കഴിഞ്ഞു, ജനിച്ചിങ്ങോട്ട് വന്നില്ലേ, കണ്ടില്ലേ കുട്ടികള്? ഇങ്ങനെ പറയേണ്ടതല്ല കേട്ടോ, വലിയ ദീർഘമായ വലിയൊരു ക്ലാസ്സാണ്. ഞാൻ ചുരുക്കിയ ഒരു കാര്യം പറയാം. നമ്മൾ എത്തിപ്പെട്ട ഒരു ഈ ആളുകളെയൊക്കെ കുറ്റം പറയണം. സിനിമ കണ്ടിട്ട് കുട്ടികൾ കേടായി, മൊബൈലാണ് നശിപ്പിച്ച് കളഞ്ഞത്, ഈ കാലമല്ലേ എന്നൊക്കെ. ഈ കാലം ഈ കാലം തന്നെയാ, കാലത്തിന് യാതൊരു മാറ്റമില്ല. കേടാകേണ്ടവ എല്ലാ കാലത്തും കേടായി. ഇന്നെന്താ ചോദിച്ചാൽ അതിനെ പ്രതിരോധിക്കാനുള്ള ഒന്നും നമ്മളവർക്ക് കൊടുത്തില്ല. പഴയ കാലത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ട് അല്ലേ? ഇതൊക്കെ ആയി കഴിഞ്ഞാൽ പോലെ ദിക്റോ തസ്ബീഹോ സലാത്തോ അല്ലെ? പഴയ കാലത്തൊക്കെ അങ്ങനെയല്ലേ? ഇപ്പൊ അതൊന്നും ഇല്ലാന്നേ, ഒരു ചിന്തയില്ല. അന്നൊക്കെ ഒരു പേടിയായിരുന്നു, പ്രസവം നടന്നാൽ എന്താകുന്നു, പ്രസവത്തിൽ തന്നെ മരിച്ചു വന്ന ആശുപത്രിയൊന്നും ഇല്ലാത്ത കാലം മുമ്പൊക്കെ. അന്ന് കുറെ ബേജാറിലാണ് അവരുണ്ടായിരുന്നത്. അതുകൊണ്ട് കുറച്ചൊക്കെ ഈ സാധനമൊക്കെ ഒരു ഹൃദയം തുറന്ന അവസ്ഥയിലാണ് പിള്ളേര് പുറത്തേക്ക് വന്നത്. ഇപ്പൊ അതൊന്നുമില്ല. ഇപ്പൊ കംപ്ലീറ്റ് ഇതാണ്, ഇതിനകത്ത് ഇങ്ങനെ കിടക്കാണ്. എന്നിട്ട് ഈ കുട്ടി ജനിച്ച് പുറത്തേക്ക് വന്നാലോ? നമ്മൾ പറഞ്ഞൊന്ന് ബദർ യുദ്ധത്തെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു തലമുറയെ സൃഷ്ടിക്കണ്ടേ? അള്ളാഹുവിനോടൊപ്പം നിൽക്കുന്ന, അള്ളാഹുവിന്റെ റസൂലിനോടൊപ്പം നിൽക്കുന്ന, ജീവിതത്തിൽ ഒരിക്കലും വിട്ടുപിരിയാനാവാത്ത സുഹൃബന്ധമായി അള്ളാഹുവിന്റെ റസൂലിനെ ചേർത്ത് പിടിക്കുന്ന ഇവർ പറഞ്ഞ പോലെ പറയണ്ടേ നമ്മുടെ മക്കളും? അള്ളാഹുവിന്റെ റസൂലെ, താങ്കൾ ഞങ്ങൾ പിരിയുന്ന പ്രശ്നമേ ഇല്ല, ഒരിക്കലും ഞങ്ങൾ പിരിഞ്ഞു പോകില്ല, അത്രമാത്രം താങ്കളെ ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ട് റസൂലെ എന്ന് പറയുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കണ്ടേ? ഇത് മദ്രസ വിട്ടുകൊണ്ടാവുമോ? ജനിച്ച് കുട്ടി പുറത്ത് വന്നു കഴിഞ്ഞാലോ പിന്നെ എന്തൊക്കെ എന്റെ പാഠങ്ങൾ? കുട്ടിക്ക് പാല് കൊടുക്കും. 2 കൊല്ലക്കാലം ഏകദേശം നീണ്ടു നിൽക്കുന്നതാണ് ആ കാലം. ആ സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരുടെ അനുഭവമുള്ള ഒരു കാര്യമാണല്ലോ അല്ലേ? പാല് കുടിച്ചോണ്ടിരിക്കുമ്പോൾ കുട്ടി എന്താ ചെയ്യുക? ഉമ്മാന്റെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇടക്കിടയ്ക്ക് ഇങ്ങനെ നോക്കണതാണ്. എന്താ സംഭവം? സുബ്ഹാനല്ലാഹ്, എന്താണ് പറയുന്നത്? ഉമ്മയിൽ നിന്ന് സൈക്കോളജി പറയുന്നു, മോഡേൺ സൈക്കോളജി പറയുന്നു,
ഉമ്മയുടെ കണ്ണിൽ നിന്ന് ഡാറ്റകൾ വലിച്ചെടുക്കാണ്. ബ്ലൂടൂത്ത് ഓണായി കിടക്കാണ് രണ്ടും. അള്ളാഹുത്താല ഓണാക്കിയിട്ടിരിക്കുകയാണ്, രണ്ടും ഓണാക്കിയിട്ടിരിക്കുകയാണ്. ഇവിടെ നിന്നുള്ള ഡാറ്റകളൊക്കെ താഴേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്തുള്ള ചിന്തകള്, ആഗ്രഹങ്ങള്, ഹൃദയത്തിൽ കടന്നു പോകുന്ന വികാര വിചാരങ്ങള്, ഒരാളോടുള്ള പകയും അസൂയയും ശത്രുതയൊക്കെയാണ്. കുട്ടിക്ക് പാല് കൊടുത്തോണ്ട് പണ്ട് എന്നെ ഉപദ്രവിച്ച കഥയും ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. കുട്ടിയിലേക്ക് നേരെ പോവുകയാണ്. പകയുടെ ആദ്യ പാഠങ്ങൾ പഠിപ്പിച്ചു, അസൂയയുടെ വേറൊരു പാഠം പഠിപ്പിച്ചു. വേറെ ആണെങ്കിൽ അതിനൊന്നും പറ്റിയില്ലേ, മൊബൈലുമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇതിപ്പോ ഉള്ളിൽ പോകണ്ട, നേരെ കണ്ണിലെത്തുമ്പോൾ അവിടെ ഡയറക്റ്റ് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് എന്താ കണ്ടോണ്ടിരിക്കുക? അതിൻ്റെയൊക്കെ കുട്ടി ഉറങ്ങിപ്പോയത് പറഞ്ഞിട്ടില്ല കേട്ടോ, ഇതൊന്നും പറഞ്ഞിട്ടില്ല. സംഗതി പവിത്രമായൊരു കർമ്മമായിട്ടാണ് കുട്ടികൾക്ക് പാല് കൊടുക്കുന്നതിനെ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഓരോ തുള്ളിക്കും പകരമായി 10 പാപങ്ങൾ പൊറുക്കപ്പെടുന്ന, 10 ദർജകൾ ഉയർത്തപ്പെടുന്ന, 10 നന്മകൾ രേഖപ്പെടുത്തപ്പെടുന്ന ഏറ്റവും പവിത്രമായ കർമ്മമാണ്. നമ്മുടെ ഇടയിൽ ഞാൻ പറഞ്ഞില്ല, ഇങ്ങനൊരു പാഠമില്ല, ഇങ്ങനെ സംഗതി ഇല്ല, ഇത് പഠിപ്പിക്കലുമില്ല എവിടെയും. ഒന്നുകൂടി വേണം കുട്ടിക്ക് പാല് കൊടുക്കാൻ എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കുട്ടി എപ്പം കരഞ്ഞാലും ഒന്നുകൊണ്ടൊരു ഉമ്മയായിരിക്കണമെന്നാണ്. അതിന്റെ പെട്ടു തിരിഞ്ഞില്ലേ? എപ്പം കുട്ടി കരഞ്ഞാലും എപ്പം വേണേലും കരയാമല്ലോ, ആ നേരത്ത് ഒന്നും എടുക്കാൻ ഓടാൻ പറ്റുമോ? അപ്പോ അത്ര പവിത്രരായ വിശുദ്ധരായ ഉമ്മമാർക്കുള്ളതാണ് വിശുദ്ധരായ മക്കൾ. ഈ പാഠം നമ്മൾ എങ്ങനെ പഠിപ്പിക്കണ്ടേ? ഇതല്ലേ പഠിപ്പിക്കേണ്ട സമൂഹത്തിന്. അതുകൊണ്ട് ബദരീത്ത് അവിടങ്ങൾ നടന്നു, അതെങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കൊണ്ടുവരികയാണ്. അവർ പെട്ടെന്നൊക്കെ തോന്നല് പറഞ്ഞല്ല, ഈ ഈമാനിന്റെ കരുത്തിൽ നിന്നാണ് അവർ ഈ സംസാരിക്കുന്നത്. ഈമാനിന്റെ അതിശക്തമായ പാഠങ്ങളാണ്. കൈക്കുഞ്ഞ് കയ്യിലിരിക്കുമ്പോഴും അത് വെച്ച് നടക്കുമ്പോഴും തന്റെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് ആദ്യം വികാര വിചാരങ്ങളിലൂടെ പകർന്നു വെക്കുന്ന ഈമാൻ കുഞ്ഞിനോട് 2 വയസ്സൊക്കെ ആകുമ്പോൾ മുതൽ ഉമ്മ പറഞ്ഞു തുടങ്ങുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന് അത് ഇഷ്ടമല്ല കേട്ടോ, എന്റെ കുട്ടി അങ്ങനെ ചെയ്യരുത് കേട്ടോ. അള്ളാഹുവിന് എന്ത് ഇഷ്ടമാണ് എന്റെ കുട്ടീനെ, എന്ത് ഇഷ്ടമാണ്. എന്റെ കുട്ടീന്റെ കൈ കാണാൻ എന്ത് ഭംഗിയാണ്, എന്റെ കുട്ടീന്റെ കണ്ണ് കാണാൻ എന്തൊരു ഭംഗിയാണ്. അള്ളാഹു തന്നതാണ് കേട്ടോ. കുഞ്ഞി പാഠങ്ങൾ പകർന്നു വെക്കാണ് കുട്ടിയിലേക്ക്. ഇങ്ങനെ പകർന്നു വെച്ച എത്ര ഉമ്മമാരുണ്ട് നമ്മുടെ കൂടെ. അവിടെയാണ് അള്ളാഹുവിനെ കാണാൻ മോഹിക്കുന്ന ഒരു കുട്ടി ജനിച്ചു വരിക. എനിക്ക് എന്റെ റബ്ബിനെ കാണണം, എന്തോ ഒരു വാത്സല്യമാണ് എന്റെ റബ്ബിന് എന്നോട് എന്ന് പറയുന്ന ഒരു കുഞ്ഞിനെ ലോകത്തിന് സംഭാവന ചെയ്യാൻ കഴിഞ്ഞാൽ അതാണ് ഒരു ഉമ്മ ഈ ലോകത്ത് ചെയ്യുന്ന ഏറ്റവും വലിയ സുഹൃതം എന്ന് നമ്മൾ മനസ്സിലാക്കും. അവിടെയാണ് ഈമാനിന്റെ കരുത്തുള്ള ഈ സമൂഹം രൂപപ്പെട്ടു വരിക. അവിടെയാണ് അള്ളാഹുവിനെ സ്നേഹിക്കുന്ന, അള്ളാഹു റസൂലിനോട് ചേർന്ന് നിൽക്കുന്ന, പരലോക നാളിൽ പടച്ച റബ്ബിനെ കണ്ടുമുട്ടുന്ന ദിനത്തെ അള്ളാഹു എന്നാളിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഭയപ്പെട്ട് കരയുന്ന, ചിലപ്പോഴൊക്കെയും സന്തോഷത്തോടെ ആത്മവിശ്വാസത്തോടെ ഞാൻ എന്റെ റബ്ബേ നിന്റെ അടുക്കലേക്ക് ഞാൻ ഓടി വരും എന്നെ നീ തടയില്ല പടച്ചവനെ എന്ന് പറയുന്ന ആത്മവിശ്വാസമുള്ള തലമുറയെ വാർത്തെടുക്കാൻ കഴിഞ്ഞെങ്കിൽ ഈ കാണുന്ന എല്ലാ പ്രതിസന്ധികളും പരിഹരിക്കപ്പെടും. ഒരു ജാഹിലിയത്തിലേക്ക് നമ്മുടെ കുട്ടി പോകില്ല. അതില്ലാതെ പോയതാണ് ഈ കാലഘട്ടത്തിന്റെ തകരാർ. നമ്മൾ പോലും അതിന്റെ ഇരകളാണ് ഈ ഇരിക്കുന്ന ആളുകളിൽ ഭൂരിപക്ഷവും. ഏതോ കാലത്ത് പറഞ്ഞു കൊടുക്കേണ്ടത് വലിയ പാഠങ്ങളൊന്നും നമ്മളിലേക്ക് കടന്നു വന്നിട്ടേ ഇല്ല. നമ്മളിപ്പോഴും വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പറയുന്നുണ്ട്, അള്ളാഹു റസൂൽ പഠിപ്പിച്ച പോലെയാണ് നീ നിന്റെ കുട്ടീനെ വളർത്തിയിരുന്നെങ്കിൽ 20 വയസ്സ് കഴിഞ്ഞാൽ നിന്റെ കുട്ടീനെ എങ്ങോട്ടും വിട്ടോ, ലോകം മുഴുവൻ കുഫറിലാണെങ്കിലും നിന്റെ കുട്ടി ഈമാനിന്റെ ഹിദായത്തിന്റെ നിറകുടമായി ഉയർന്നു എന്ന് പറയുന്നു. അപ്പൊ ചുറ്റുവട്ടത്തുള്ള ആളുകൾ കേടുവന്നുകൊണ്ടല്ല നമ്മുടെ കുട്ടി കേടുവന്നത്, നമ്മുടെ കുട്ടിയെ നമ്മൾ കേടുവരുത്തി വെച്ചത് കൊണ്ടാണ്. അതിനെ നേരെയാക്കിയിട്ടില്ല, അതിന് വെളിച്ചം കൊടുത്തില്ല. ഇരുട്ടിലൂടെ നടക്കാൻ ആവശ്യമായ വെളിച്ചവുമായിട്ടല്ല അതിന് നമ്മൾ പുറത്തിറക്കി വിട്ടത്. ഇതാണ് സംഭവിച്ചത്. അള്ളാഹു തആല കാത്ത് രക്ഷിക്കുമാറാവട്ടെ.